ഹലോ ഗായ്സ്, ഇന്നൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചിക്കനൊക്കെ നന്നായി വാഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, പിന്നെ ഒരു ചിക്കൻ മസാലയുടെ പൊടി, പിന്നെ കുറച്ച് വിനീഗറും കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് സവാളയാണ് അത് ഇട്ട് കൊടുക്കുന്നത്. സവാള ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക. അത് നന്നായി മുരിഞ്ഞ് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് സെറ്റായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. പിന്നീട് നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നന്നായി സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിക്കണമെന്നില്ല, വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടില്ല. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതൊരു ഇല വെച്ച് മൂടി വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ചിക്കനത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ല ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഇളക്കിയിട്ട് നമുക്കത് അടച്ചു വെക്കാം. കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ ചിക്കൻ ഒന്നും കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അതിന് അതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തത് ആദ്യം. പിന്നീട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം നന്നായി ഇളക്കിയിട്ടാ. അപ്പം നമ്മുടെ ചിക്കൻ കറിയുടെ പണി ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.